വെൽക്കം ബാക്ക് ഗൈസ്, പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ എൻ്റെ കൂടെ ഈ വീഡിയോയിൽ ഇതാണ്ട് അരുൺ മച്ചാനുണ്ട്. അരുൺ മച്ചാൻ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും, നമ്മുടെ പല വീഡിയോസിലും അരുൺ ഉണ്ടായിരുന്നു. നമ്മുടെ മെയിൻ ക്യാമറമാനുമാണ് അരുൺ. അതുപോലെ തന്നെ ശ്രീകുട്ടൻ, എൻ്റെ സ്വന്തം അനിയൻ. അപ്പോൾ ഇവൻ ഒരു വീഡിയോക്കകത്തൊക്കെ വന്നിട്ടുള്ളൂ, എങ്കിലും കുറച്ച് പേർക്കൊക്കെ അറിയായിരിക്കും. അപ്പോൾ ഇന്ന് ഞങ്ങൾ ഇവിടെ വന്നിരിക്കുന്നത് നമ്മുടെ FT എക്സ്പ്ലോററിൻ്റെ ഫ്ലൈയിങ് വീഡിയോ ആയിട്ടാണ്. ഫ്ലൈ വീഡിയോ എടുക്കാൻ വേണ്ടിയാണ് നമ്മളിവിടെ വന്നിരിക്കുന്നത്. അടിപൊളി നല്ല സൂപ്പർ സ്ഥലമാണ്. നിങ്ങൾ നോക്കിയാൽ തന്നെ കാണാൻ പറ്റും. നല്ല ഹെവി പ്ലേസ് ആണ്. അപ്പോൾ ഇവിടെ വെച്ചാണ് നമ്മുടെ FT എക്സ്പ്ലോററിന്റെ ഫ്ലൈയിങ് വീഡിയോ നമ്മൾ എടുക്കാൻ പോകുന്നത്. പറത്തി നോക്കാൻ പോവുകയാണ്. ഇതൊന്നും നമ്മൾ പറപ്പിച്ചിരിക്കും, ഉറപ്പായിട്ടും പറപ്പിച്ചിരിക്കും. അതായത് നമ്മൾ കുറച്ച് നാളെന്ന് പറഞ്ഞാൽ 2-3-4 മാസങ്ങൾക്ക് മുമ്പ് മറ്റൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. FT എക്സ്പ്ലോററിന്റെ വേറൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു, ഫസ്റ്റ് ഫ്ലൈറ്റ് എന്ന് പറഞ്ഞിട്ട്. അത് അത്ര സക്സസ്ഫുൾ ആയ ഒരു ഫ്ലൈറ്റ് ഒന്നും അല്ലായിരുന്നു. നിങ്ങൾക്ക് കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും. ആ വീഡിയോ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം. അതുപോലെ തന്നെ എൻ്റെ മേക്കിംഗ് വീഡിയോയുടെയും എല്ലാത്തിൻ്റെയും വീഡിയോ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം. അപ്പോൾ ഇന്ന് എന്തായാലും ഇത് ഉറപ്പായിട്ടും പറപ്പിച്ചിട്ടേ ഇവിടുന്ന് പോകുന്നുള്ളൂ. കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് വേറെ ഡിസ്കറേജ്മെന്റ്സ്, ഒരുപാട് പേര് പറഞ്ഞ് പറക്കത്തില്ല, പറഞ്ഞെങ്കിൽ താഴ്ത്തി കുറേ പേര്. എങ്കിലും കുഴപ്പമില്ല, കുറേ പേര് നല്ല സപ്പോർട്ട് തന്നിട്ടുണ്ട്. അപ്പം എന്തായാലും നമ്മൾ ഇന്ന് ഇവിടെ നിന്ന് ഇത് പറപ്പിച്ചിട്ടേ പോകുന്നുള്ളൂ. അപ്പോൾ എന്തായാലും നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് പോകാം. കൊള്ളാം, പൊളി സാധനം. അത് കൊള്ളാം, ഇപ്പൊ തീരുമാനമായനെ. These skies have a different light, why noise that keeps me up at night. I can't help but think back to you. I wish that I could find a face that I would recognize. I replay the memory of you. It's been hard, you know I wanted to stay, caught us off guard, but there was no other way. Did you wait? 'Cause I've been counting the days, and I'm calling up to say I'm coming home to you. I'm coming home to you. I'm coming home to you. And I know that it's time overdue, but I'm coming home. That we've missed, 'cause your lips are calling and my heart's recalling the way I could never resist. 'Cause it's been hard, you know I wanted to stay, caught us off guard.
coming home to you. Ooh, ooh, I'm coming home to you. And I know that it's time overdue, but I'm coming home. I'm coming home to you. And I know that it's time overdue, but I'm coming home. ഗായ്സ്, അപ്പോൾ നമ്മുടെ പ്ലെയിൻ പറന്നത് നിങ്ങളെല്ലാവരും കണ്ടു കഴിഞ്ഞു. നല്ല അടിപൊളി ഫ്ലൈറ്റ് ആയിരുന്നു. എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. ഞാൻ ആദ്യമായിട്ടാണ് പ്ലെയിൻ ഇത്രയും സെറ്റായിട്ട് പറത്തുന്നത്. ഒരുപാട് പോരായ്മകളുണ്ട്, കൺട്രോളിങ്ങിൽ ഒരുപാട് പോരായ്മകളുണ്ട്. അത് നിങ്ങൾക്ക് എക്സ്പേർട്ടുകളൊക്കെ കാണുമ്പോൾ മനസ്സിലാവും. എന്തായാലും ഒരുപാട് സന്തോഷമായി എനിക്ക്. കാര്യം ഈ ഒരു വർക്ക് ഒരുപാട് നാളായിട്ട് ഇങ്ങനെ മനസ്സിൽ കിടക്കുമായിരുന്നു. കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ മനസ്സിൽ കിടക്കുന്ന ഒരു സാധനമായിരുന്നു. അപ്പോൾ ഇന്നത്തോടെ അത് സക്സസ്ഫുൾ ആയതിൽ ഒരുപാട് സന്തോഷം ഗായ്സ്. അപ്പോൾ ഒരുപാട് സന്തോഷമായി. കാര്യം എന്ന് പറയുന്നത് ഒരുപാട് നാളത്തെ പ്രോജക്റ്റ് ആയിരുന്നു ഈ RC പ്ലെയിൻ എന്ന് പറയുന്നത്. സിമ്പിളായ ഒരു വർക്ക് ആണെങ്കിൽ പോലും ഒരുപാട് സമയമെടുത്ത് ഇതൊന്ന് ഈ ഒരു നിങ്ങളിപ്പോൾ കണ്ട വീഡിയോയിലേക്ക് എത്താൻ വേണ്ടിയിട്ട്. ഫെയിലിയേഴ്സിലേക്ക് ഒരുപാട് തവണ ശ്രീകുട്ടനറിയാം. ശ്രീകുട്ടനാണ് ആദ്യമേ ഈ ഒരു പ്ലെയിനിന്റെ പറത്താൻ നോക്കാൻ നേരത്തൊക്കെ ശ്രീകുട്ടനാണ് കൂടെ വന്നത്. അരുണൊക്കെ ഇപ്പോഴാണ് വന്ന് തുടങ്ങിയത്. ശ്രീകുട്ടനാണ് തുടക്ക സമയത്തെല്ലാം വന്നിരുന്നത്. അപ്പം അവനറിയാം എന്തുമാത്രം സമയം നമ്മൾ ഈ ഒരു പ്ലെയിൻ കഷ്ടപ്പെട്ടിട്ടുണ്ടെന്നും എന്തുമാത്രം തവണ പ്ലെയിൻ പറത്താൻ കൊണ്ടുവന്നിട്ടുണ്ടെന്നും. അന്നെല്ലാം ഇതേപോലെ പരാജയപ്പെട്ട് പോയെങ്കിലും ഇന്ന് ഈ ഒരു നിമിഷം ഞങ്ങളിവിടെ ഇപ്പോൾ ഈ ഇരിക്കുന്ന സമയത്ത് ഒരുപാട് സന്തോഷമുണ്ട്, അങ്ങേയറ്റ സന്തോഷമുണ്ട്. RC പ്ലെയിൻ എന്ന് പറയുന്നത് ഒരു വലിയ പ്രോജക്റ്റ് ഒന്നുമല്ല. എങ്കിലും ഇത് വർക്കായി സക്സസ്ഫുള്ളായി ഫ്ലൈ ചെയ്യണമെങ്കിൽ ഒരുപാട് ഫാക്ടേഴ്സിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുക. അപ്പോൾ അതെല്ലാം മനസ്സിലാക്കി കഴിഞ്ഞാൽ മാത്രമേ ഇത് ഒരു സക്സസ്ഫുള്ളിലേക്ക് കൊണ്ടുവരാൻ പറ്റൂ. പിന്നെ വേറെ കുറേ പേര് പറഞ്ഞിരുന്നു സാധാരണ ഒരു ചെറിയ പ്ലെയിൻ ഉണ്ടാക്കിയാൽ പോരെ, സിമ്പിളായിട്ട് പ്ലെയിൻ ഉണ്ടാക്കാം, RC പ്ലെയിൻ ഉണ്ടാക്കി പറത്തി നോക്കാവുന്നേ ഉള്ളൂ, അതൊക്കെ സക്സസ്ഫുൾ ആക്കാൻ പറ്റും. പക്ഷേ ഈ ഒരു തോൽവി എങ്ങനെയും വിജയമാക്കണമെന്ന് ഒരു മനസ്സിലൊരു ഇതുണ്ടായതുകൊണ്ട് മാത്രമാണ് ഇത്രയും കഷ്ടപ്പെട്ടത്, ഇത്രയും നാളും കഷ്ടപ്പെട്ട് ഈ ഒരു സ്റ്റേജ് വരെ കൊണ്ടുവന്നത്. പിന്നെ അതെല്ലാം പോട്ട് ഇനി അതൊന്നും പറയുന്നില്ല. പിന്നെ ഒരു കാര്യം പറയാനുള്ളത്, ഈ ഒരു പ്രോജക്റ്റ് ഞാൻ ചെയ്യാൻ കാര്യം എന്ന് പറയുന്നത് എൻ്റെ കോളേജിൽ എന്നെ പഠിപ്പിച്ചിരുന്ന ഒരു സാറാണ്, അരുൺ സാർ എന്ന് പറയുന്നൊരു സാറാണ്. ഇവന്മാർക്കൊന്നും ആ സാറിനെ അറിയത്തില്ല. അപ്പോൾ പുള്ളിക്കാരൻ്റെ അടുത്തേക്ക് ഞാൻ മറ്റൊരു പ്രോജക്റ്റായിട്ട് ചെന്നപ്പോഴത്തേക്ക് പുള്ളി പറഞ്ഞാണ് ആദ്യം നമുക്ക് ഈ ഒരു വർക്ക് ചെയ്യാം, ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് അതിലേക്ക് പോകാമെന്ന്. അങ്ങനെ ചെയ്തു തുടങ്ങിയതാണ് ഈ ഒരു വർക്ക്. പിന്നെ അത് FT എക്സ്പ്ലോറർ എന്ന് പറയുന്ന ഈ ഒരു എയർക്രാഫ്റ്റ് ഡിസൈനിലേക്ക് എത്തി. ഈ ഒരു FT എക്സ്പ്ലോറർ എന്ന് പറയുന്ന മോഡലിലേക്ക് വന്ന് അത് പരാജയപ്പെട്ടതിന് ശേഷമാണ് നമ്മൾ പിന്നെയും ഇങ്ങനെ ചെയ്തുകൊണ്ടിരുന്നത്. പിന്നെ ഈ ഒരു സ്റ്റേജിൽ എന്നെ ഹെൽപ്പ് ചെയ്തിരുന്ന വേറെ 2-3 പേരുണ്ട്. ഒന്നെന്ന് പറയുന്നത് ജുനൈദിക്ക എന്ന് പറയുന്ന ഒരു ഇക്കയാണ്, ഒരു യൂട്യൂബറാണ്. പുള്ളിക്കാരൻ എന്നെ നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. പുള്ളിക്കാരൻ്റെ ചാനലിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം. പുള്ളിക്കാരൻ നല്ലൊരു പൈലറ്റാണ്, ഇത്തരം RC പ്ലെയിനുകളുടെ നല്ലൊരു പൈലറ്റാണ്. പുള്ളിക്കാരൻ്റെ ഒരു ചാനലുണ്ട്, ആ ചാനൽ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം. അതുപോലെ തന്നെ എൻ്റെ കോളേജിലെ മറ്റ് ചില സാറുമാരുണ്ട്, അഖിൽ സാർ എന്ന് പറയുന്ന 2 സാറുമാർ. അവർ നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഈ ഒരു RC പ്ലെയിൻ്റെ കാര്യത്തിൽ. അപ്പോൾ ഇവരോടൊക്കെയാണ് മെയിനായിട്ട് നന്ദി പറയാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇവരോട് നന്ദി പറഞ്ഞില്ലെങ്കിൽ പിന്നെ ഈ വീഡിയോ കൊണ്ട് യാതൊരു അർത്ഥമില്ല.
അപ്പോൾ എന്തായാലും ഇനി എന്തായാലും സംസാരിച്ച് സമയം കളയുന്നില്ല ഇല്ലടാ. ഒരുപാട് നേരമായി ഞങ്ങളുടെ ചളിയെല്ലാം കേട്ടോണ്ടിരുന്ന്. ഇനി നമ്മൾ ഇത്രയും നേരം സഹിച്ച് കേട്ടോണ്ടിരുന്നത്. ഇനി നമ്മൾ വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യാൻ പോവാണ്. അപ്പം ഇത്തരം വീഡിയോസ് ഇഷ്ടമുള്ളവരാണെങ്കിൽ മറക്കാതെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. അപ്പോൾ ഇത്തരം കാര്യങ്ങളെല്ലാം ചെയ്യുക. പിന്നെ ഇത്തരം പുതിയ വീഡിയോസ് ഇടുന്നവരേക്കും വെയിറ്റ് ചെയ്തിരിക്കുക. RC പ്ലെയിനുകളുടെ വീഡിയോ, അതുപോലെ തന്നെ മറ്റു പ്രോജക്ട്സ്, പുതിയ പ്രോജക്ട്സ് ആയിട്ട് നമ്മൾ ഉടനെ വരുന്നതായിരിക്കും. അതുവരേക്കും ബൈ. വാട്സ്ആപ്പ് ഗൈസ്, പുതിയൊരു വീഡിയോ. പറക്കുന്നു. ഓക്കെ, അപ്പൊ ഗൈസ് ഒരുപാട് സന്തോഷമായി. എടാ